ജമ്മു കാശ്മീരിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ ജവാന് വീരമൃത്യു. കുപ്വാരയിലുണ്ടായ സ്ഫോടനത്തിൽ ഹവിൽദാർ സുബൈർ അഹമ്മദാണ് വീരമൃത്യു വരിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, എന്താണ് അവിടെ സംഭവിച്ചത്? ആ പരിസരത്തൊക്കെയും ഭീകരരുടെ സാന്നിധ്യം സമീപത്തുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, ശരിയാണോ? കൃഷ്ണാജി, ഇന്നലെ രാത്രിയാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ സൈന്യം നൽകിയിട്ടുള്ള വിവരമനുസരിച്ച് അതിർത്തി മേഖലയിൽ പെട്രോളിങ്ങിനിടയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ കരസേനയുടെ 13 ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി ഹവിൽദാർ സുബൈർ അഹമ്മദിന് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് സൈനിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പ്രാഥമിക നിഗമനമനുസരിച്ച് അതിർത്തി മേഖലയിൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി സൈന്യം തന്നെ ഇത്തരത്തിൽ സ്ഫോടകവും ഒപ്പം ഫെൻസിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായി കരസേന അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കാറുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചതാണോ, അല്ലെങ്കിൽ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭീകരരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അക്രമമാണോ എന്നത് സംബന്ധിച്ച ഒരു പരിശോധന നിലവിൽ അന്വേഷണം കരസേന നടത്തിയിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. ഇന്നലെ അതിർത്തി മേഖലയിൽ കുപ്വാരയിൽ അതിർത്തി മേഖലയിൽ തൈഗ്രാമിലെ പുത്തഹാഖാൻ ഗലിയിൽ നടത്തുന്ന ആ മേഖലയിൽ ഒരു പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാവുകയും അതിൽ ഹവിൽദാറായിട്ടുള്ള സുബൈർ വീരമൃത്യു വരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം ഉദ്ധംപൂരിൽ ഇന്നലെ വൈകിട്ടുണ്ടായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചിരുന്നു. ഉദ്ധംപൂർ മേഖലയിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ്. കൃഷ്ണരാജ്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ ഭാരത സൈനികൻ വീരമൃത്യു വരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.